അല്ല, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കായിരിക്കും ഇത് ഏറ്റവും ആവശ്യം. നമ്മളെ ഇപ്പോൾ വലിയവർക്കുള്ള കയ്യിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ പറഞ്ഞു ഇനി കുഞ്ഞുങ്ങൾക്കുള്ള സാധനം എന്തെങ്കിലും വേണ്ട. അത് വേണ്ടല്ലേ? വേണ്ട. അപ്പോൾ സാധാരണ അവർ നോർമൽ ആളിന് ഇടാൻ പറ്റുന്ന നല്ല കളർ കളർഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളതേ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞങ്ങൾ രാവിലെ കൊട്ടാരക്കരയുള്ളൊരു ഹോൾസെയിൽ കടയിലാണ്. അപ്പോൾ ചേച്ചിമാരൊക്കെ വയനാട്ടിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ സഹായിക്കുകയാണ്. ഇതെല്ലാം മടക്കി റെഡിയാക്കി അവിടെ ചെല്ലുമ്പോൾ അവർക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ കൊടുത്തു വിടുകയാണ്. ബസ്സിലാണ് അയക്കുന്നത്. അപ്പോൾ ഇതൊരു അടുത്ത പണിയാണ്. മൊത്തം മടക്കി റെഡിയാക്കണം. ക്യാമറയ്ക്ക് മുന്നിലെ ബഹളങ്ങളില്ല, ആഹ്വാനങ്ങളില്ല. ഇതൊക്കെയല്ലേ വലിയ മനസ്സ്. പണമില്ലാത്തതിനാൽ ആരംഭിച്ച വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് വയനാട്ടിലെ ജനതയുടെ സങ്കടക്കണ്ണീർ കണ്ടത്. പിന്നീട് അനന്തുവിന് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. സിമൻറ്റ് വാങ്ങാൻ വായ്പ വാങ്ങിയ പൈസയിൽ നിന്നും പണമെടുത്ത് ദുരന്തഭൂമിയിലെ ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ 25,000 രൂപയുടെ സാധനങ്ങളാണ് അനന്തു എന്ന ഈ ചെറുപ്പക്കാരൻ വാങ്ങി അയച്ചത്. തുണികളും ബിസ്ക്കറ്റുകളും നാപ്കിനുകളും തുടങ്ങി ഒറ്റയ്ക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ദുരന്തമുഖത്തിലേക്ക് എത്തിച്ചു. നാട്ടുകാരുടെ പണം പിരിച്ചും മറ്റുള്ളവരുടെ ചിലവിൽ സാധനങ്ങൾ വാങ്ങി ലൈവിട്ടും തൻ്റെ ക്രെഡിറ്റാണെന്ന് വരുത്തി തീർക്കുന്ന സോഷ്യൽ മീഡിയ ദൈവങ്ങൾക്കിടയിൽ ഈ മനുഷ്യൻ വേറിട്ടു നിന്നു. ഒരു ഓൺലൈൻ മീഡിയയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കൊട്ടാരക്കര തലവൂർ സ്വദേശിയായ അനന്തുവിൻ്റെ ആകെ സമ്പാദ്യം. വാങ്ങിയ സാധനങ്ങൾ കയറ്റിവിട്ടത് KSRTC ബസ്സിൽ. അതിനും ഒരു കാരണമുണ്ട്. ആൾക്കൂട്ടം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തൂ എന്ന തിരിച്ചറിവ്. മറ്റുള്ളവരുടെ ദുരന്തത്തിൽ കൈത്താങ്ങാവുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യസ്നേഹമെന്ന് കെട്ടകാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ നാടിന് ഈ യുവാവ് കാണിച്ചു തരികയാണ്. ഇത് അനന്തു തലവൂരാണ് GCNൽ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സാധനങ്ങളെല്ലാം വയനാട്ടിലേക്ക് വേണ്ടി അനന്തു സ്വന്തം പൈസയ്ക്ക് വാങ്ങി അയക്കുന്ന കാര്യമാണ്. ഇതൊരിക്കലും വീഡിയോയിൽ ചെയ്യണമെന്നോ പറയണമെന്നോ വിചാരിച്ചല്ല. പക്ഷെ അത് പറയാൻ ഇടയായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. ഇപ്പം ഈ വയനാട്ടിലേക്ക് ആളുകൾ കുറച്ച് സാധനങ്ങൾ എടുക്കുക, വണ്ടിയിൽ 3-4 പേര് കയറുക, നേരെ വയനാട്ടിൽ പോവുക, അവിടെ കൊണ്ട് കൊടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. പ്രശ്നം നിങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതാണ്. നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതോ കളക്ട് ചെയ്യുന്നതോ ഒക്കെ നല്ലതാണെങ്കിലും നമ്മൾ ഒരുപാട് വാഹനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും അവിടെ ദുരന്തമുഖമാണ്. അവിടെ വാഹനങ്ങൾ ഒരുപാട് ചെല്ലുമ്പോൾ അത് ബ്ലോക്ക് ഉണ്ടാകുകയും നമുക്കറിയാം ആ ചുരമൊക്കെ കടന്നു പോകുമ്പോൾ വാഹനം ബ്ലോക്ക് ഉണ്ടായാൽ അത് രക്ഷാപ്രവർത്തകരെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോയോ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെറിയ വണ്ടികൾ എല്ലാവരും അവരവരുടെ വണ്ടികൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അടുത്ത ഓപ്ഷൻ എന്താണ്? ആ ഓപ്ഷനാണ് ഇപ്പം അനന്തു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു തയ്യാറാക്കിയ ഒരു പ്ലാനാണ്. അനന്തുവാണ് സാധനം വാങ്ങിയത്. ഇത് ഞങ്ങൾ KSRTC പത്തനാപുരത്ത് നിന്ന് മാനന്തവാടിയിലേക്ക് KSRTC ബസ്സുണ്ട്. ആ ബസ്സിൽ ഞങ്ങൾ ഈ സാധനം കയറ്റിവിടുകയാണ്. കയറ്റിവിടുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കാണാം. ഇത്ര സാധനമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇങ്ങനെ സാധനങ്ങൾ കയറ്റി വിടുന്നു. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത്രയും കളക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ആ KSRTC ബസ്സിൽ എവിടെ വയ്ക്കും എന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. അവിടെ എല്ലാവരും കൂടെ ബൾക്കായിട്ട് കൊണ്ടുവന്ന് KSRTC ബസ്സിലേക്ക് കൊണ്ടുപോകരുത്. അതിൻ്റെ അവൈലബിലിറ്റി, ആ സ്പേസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ KSRTC ബസ്സിൽ കയറ്റി വിടാം. കൽപ്പറ്റയിലാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇറക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓൺലൈൻ പത്രങ്ങളെ ആക്ഷേപിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. അപ്പോൾ എന്നാൽ ഒരു മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ഇങ്ങനെ ചെയ്യുക, അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ. പബ്ലിസിറ്റി എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പബ്ലിസിറ്റി. അപ്പോൾ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ നമ്മളുടെ മുമ്പിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഓൺലൈൻ പത്രങ്ങളുമൊക്കെ ഇത്തരം നന്മകളിലേക്ക് എത്തുന്നവരാണ്, അത് ചെയ്യുന്നവരാണ്. കുറേ ആളുകൾ ചിലപ്പോൾ അല്ലാതെ ഉണ്ടാവാം കേട്ടോ. എങ്കിലും ഇതൊരു നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്. അപ്പോൾ ഇത് കൽപ്പറ്റയിലെത്തും. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് അവിടെ കളക്ട് ചെയ്യാൻ വരുന്നവരോട് അറിയാൻ വേണ്ടി പറയുകയാണ്. നൈറ്റി ഉണ്ട്, പല സൈസിലുള്ള നൈറ്റികളുണ്ട്. പിന്നെ കുറേ കൈലികളുണ്ട്, ഒരുപാട് കൈലിയുണ്ട്. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ബെർമുഡ ഒരു ചെറിയ നിക്കർ ടൈപ്പ് ബെർമുഡ പോലെയുള്ള കാര്യമുണ്ട്. പിന്നെ തൂർത്തുകളുണ്ട്, ധാരാളം തൂർത്തുകളുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ ബിസ്ക്കറ്റുകളാണ്. ഇത് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റാണ്, ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും സ്ത്രീകൾക്ക് പറ്റുന്ന സാനിറ്ററി പാഡിൻ്റെ ഒരു വലിയ ബോക്സ് തന്നെ കൊടുത്തു വിടുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ മാസ്ക് ഉണ്ട്, പിന്നെ റസ്ക് ഉണ്ട്, പിന്നെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്സ് ഉണ്ട്, പാർലേജി ഉണ്ട്. ഞങ്ങൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ വാങ്ങിയേനെ. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലല്ലോ KSRTCയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പേസിൻ്റെ അവൈലബിലിറ്റി. നിങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള KSRTC ബസ്സിനെ അപ്രോച്ച് ചെയ്യുക. ഇനി അവർ സമ്മതിച്ചില്ലെങ്കിൽ
ഞങ്ങളുടെ നാട്ടിലുള്ളതാണ് മന്ത്രി, ഞങ്ങൾ അത് സംസാരിക്കാം അദ്ദേഹത്തോട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സഹായങ്ങൾ നമ്മൾ അവിടെ എത്തിക്കുക. പക്ഷേ എല്ലാവരുടെ വണ്ടി കയറി കൊണ്ടു കൊടുക്കണം എന്നുള്ള നിർബന്ധം പിടിക്കാതിരിക്കുക.